ഹൈക്കോടതിയിൽ തട്ടിക്കളിച്ച് നടന്ന പള്ളിത്തർക്കം സുപ്രീം കോടതിയിലെത്തിച്ച വികട അടിമകൾക്ക് ബിഗ് സല്യൂട്ട്. 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കാൻ വികടന്മാർ കിണഞ്ഞു നടത്തിയ ശ്രമം വിഫലമായി. കേസ് പുനഃപരിശോധിക്കില്ലെന്ന് സുപ്രീം കോടതിയെ കൊണ്ട് ഒരിക്കൽ കൂടി പറയിപ്പിച്ച വികടന്മാർക്ക് ഒരു മൽഗോവ മാമ്പഴം സമ്മാനം. വികടന്മാർ കേസ് ഹൈക്കോടതിയിൽ തട്ടിക്കളിക്കുകയായിരുന്നു. അവരായിട്ട് തന്നെ രംഗം സുപ്രീം കോടതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. അതായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആഗ്രഹവും. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നാണെന്ന് പറയുന്നത് ഇതിനാണ്. ഇനി എല്ലാം സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഡിസംബർ 24-ന് 6 പള്ളികളിൽ വിധി നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കണം. അവധി കഴിഞ്ഞ് സുപ്രീം കോടതി ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകും. 1988, 1995, 2017 വർഷങ്ങളിലെ സുപ്രീം കോടതി വിധികൾ പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയതോടെ വികടന്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു. വികടന്മാരെ, അത് കരിങ്കലിൽ കൊറിയിട്ട ദൈവത്തിന്റെ വിധിയാണ്. കടിച്ചു കടിച്ച് വികടന്റെ പല്ലുകൾ മുഴുവൻ പോയി. ഇനി മോണ കൂടി കേടാക്കി അണുബാധ ഏറ്റുവാങ്ങി നിത്യരോഗിയായി മാറരുത്. വഴിയെ പോകുന്ന എല്ലാ വയ്യാവേലികളും ഏറ്റെടുക്കാൻ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് വിധി എന്ന് സമാധാനിക്കാം. മഹിമ അലംഘനീയമെന്ന് പറഞ്ഞവസാനിപ്പിക്കാനേ പറ്റൂ. ഇന്നലെ പുത്തൻകുരിശിൽ നടന്ന യുവജന റാലിക്കെതിരെ കുരച്ചിട്ട് ഏതറ്റം വരെ എത്തിയെന്ന് ലോകം കണ്ടു. വികടർക്ക് ഒരു ധാരണയുണ്ട്. പുത്തൻകുരിശ് അവരുടെ മക്കയാണ്, ശ്രേഷ്ഠന്റെ മണ്ണാണ്. പക്ഷെ അവിടെയും മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു ശക്തിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. വികടരെ, ഒരു ഉപദേശം തരട്ടെ. ഫീസ് വേണ്ട, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ.